ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി വിഭവമാണ് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ചായരകടി, 4 മണി ചായരകടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കണം. ആ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർക്കണം. ഒരു 4-5 ടീസ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കണം. തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ വെല്ലമോ ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. ഇവിടെ വീട്ടിലാർക്കും വെല്ലം ചേർത്താൽ ഇഷ്ടമല്ല, അതുകൊണ്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും ഒരു 4-5 ടീസ്പൂൺ ചേർക്കുക, അവരവരുടെ മധുരത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇവിടെ നല്ല മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് 5 ടീസ്പൂൺ ചേർത്തിട്ട് മധുരം അവരവരുടെ പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കണം. അപ്പോൾ നമുക്കിനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണം. അത് പച്ചവെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. നല്ല തിളപ്പിച്ച വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അത് അല്പം വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂട് ആവുമ്പോൾ കൈ കൊണ്ട് പതുക്കെ കുഴച്ചെടുക്കണം. കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഞാനിത് കുഴച്ചെടുക്കുന്ന വീഡിയോ ഇതിൽ കിട്ടിയില്ല, ഓണായിരുന്നില്ല ക്യാമറ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അത് കുഴച്ചെടുക്കുക നല്ലോണം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലല്പം എണ്ണ തടവിയത് കൊണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അതുപോലെ ഉരുളകളാക്കുമ്പോഴും കൈകളിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം ഇത് ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഉണ്ടംപരി, നമ്മൾ അങ്ങോട്ട് ഉണ്ടക്കായി എന്നൊക്കെ പറയും, കാണാൻ അതുപോലെ ഉണ്ടാവും. ടേസ്റ്റ് കുറച്ച് വ്യത്യാസമായിരിക്കും. അപ്പം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുക. ഇത് വലിയ ഉരുളകളാക്കി എടുത്താൽ ഉള്ളു വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു വലിപ്പത്തിൽ, ഇതൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഞാൻ ഇത് ഉരുട്ടിയെടുക്കുന്നത്. അതുപോലെ ഇത് പൊരിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി സൈസ് കൂടും. അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉരുളകൾ ഉണ്ടാക്കാൻ. ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ ആക്കി വയ്ക്കാം. അതിനുശേഷം ഇത് പാകം ചെയ്യാം. ഞാനിത് മുഴുവനായിട്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 എണ്ണം വരുമെന്ന് തോന്നുന്നു. ഈ ഒരു അളവിലുണ്ടാക്കി ഇത്രയാവും. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിൽ, നല്ല തിളച്ച എണ്ണയിൽ നമുക്കിതിട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കരുത്. വളരെയധികം ഇത് എണ്ണ വലിച്ചെടുക്കും, ടേസ്റ്റും കുറയും. നന്നായി ചൂടായ എണ്ണയിൽ വേണം ഇതിട്ട് കൊടുക്കാൻ. ഇത് ഒരെണ്ണം മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു 3-4 ഇട്ട് കൊടുക്കാം. അത് പതുക്കെ വെന്തോളും. ചെറിയ തീയിൽ അല്ലെങ്കിൽ മാക്സിമം പോയാൽ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഒരു സൈഡ് മുഴുവനായി നന്നായി പൊരിഞ്ഞ് വന്നതിന് ശേഷം പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡ് നന്നായി വേവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫുൾ ഫ്ലെയിമിട്ട്, ഹൈ ഫ്ലെയിമിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം നന്നായി വേവും, പക്ഷേ ഉള്ളിൽ പച്ചപതിനുണ്ടാവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് പതുക്കെ വേവിച്ചെടുക്കുക വേണ്ടത്. ഇതൊരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് നന്നായി പൊരിഞ്ഞ് വരും. നല്ല ഗോൾഡൻ ബ്രൗൺ അല്ല, നല്ലൊരു കളർ വരും. അധികം പൊരിഞ്ഞ് പോകേണ്ട, ടേസ്റ്റ് മാറും. ഇത് നല്ലൊരു കളർ വരും. ഗോൾഡൻ കളർ മാതിരി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് ടിഷ്യൂ പേപ്പറിലെടുത്ത് വെക്കാം. എണ്ണ ഹെൽത്തിന് അധികം നല്ലതല്ല. അപ്പോൾ മാക്സിമം നമ്മൾ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നു, പക്ഷേ മാക്സിമം അത് ഒഴിവാക്കുന്നത് നല്ലത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് അതിൽ എക്സ്ട്രാ വരുന്ന എണ്ണയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം. ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിത് എടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇത് മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 3 ഇൻഗ്രീഡിയൻസിന് ആവശ്യമുള്ളൂ. ഇത് കണ്ടാൽ ഉണ്ടംപൊരിയല്ലാന്ന് ആരും പറയില്ല. അതുപോലെ തന്നെ ഉണ്ടാവും. അതേ സൈസിൽ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.